എൻ്റെ പേര് അഞ്ജു എന്നാണ്. കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം തുടങ്ങാനായിട്ട് എനിക്കുള്ളതിനേക്കാളും കൂടുതൽ അവകാശം എൻ്റെ അമ്മയ്ക്കാണ്. കാരണം ഈ കൃപാസനം പള്ളിയിലേക്കും ഈ ഉടമ്പടിയിലേക്കും കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി തുടങ്ങാനുള്ള അവകാശം എന്തായാലും അമ്മയ്ക്കാണ്. അപ്പോൾ ഞാൻ അമ്മ പറയും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയിട്ട് 2022 മെയ് മാസം 28-ാം തീയതി ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുവാണ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിന് ജോലി ആകണില്ല. 3 മാസം ആകാറായി. എനിക്കൊരു സമാധാനവും ഇല്ല. വെളുപ്പിന് 4 മണിക്ക് എന്നും എഴുന്നേക്കും. വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് അമ്പലമുണ്ട്. ഞാൻ എന്നും അമ്പലത്തിൽ പോകും. അന്ന് ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പോകാനായിട്ട് പോണതായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ്. നടന്നിട്ട് 100 മീറ്റർ അകലെയുള്ള അമ്പലത്തിൽ ഞാൻ എത്തണില്ല. നടന്ന് എൻ്റെ കാല് കുഴഞ്ഞു. ഞാൻ അമ്പലത്തിൽ എത്തണില്ല. പിന്നെ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഗോപുരമില്ല, വലിക്കപ്പരയില്ല, നടപ്പന്തലില്ല, കൊടിമരയില്ല, ഒന്നുമില്ല. ഒരു ഗ്രില്ലിട്ടൊരു സ്ഥലം, ഒരു ഹാള്, ഒരിടനാഴി. ഞാനിതെവിടെയാണ് ചെല്ലുന്നത്? ഇതെന്ത് പറ്റി? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു അമ്പലത്തിൽ. ഇതെന്ത് സംഭവിച്ചു? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ. പിന്നെ നമ്മളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ആൾക്കാരൊക്കെ തൊഴുത് നീങ്ങണു. ഞാനും തൊഴുത് നീങ്ങി ഇവിടെ ഞാൻ വന്ന് നിന്നത് ഈ ആൾക്കാരിലാണെന്നുള്ളത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയണേ. ഒരാൾ തൊഴുത് നീങ്ങി ഓരോരുത്തർ നീങ്ങണം. ഞാൻ വന്ന് നിന്നപ്പോഴേക്കും മാതാവ് ഇവിടെ നിന്ന് ഇറങ്ങി വന്നു. മാതാവ് ഇറങ്ങി വന്നിട്ട് ഞാൻ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതൊരു ദൈവം തന്നെയാണ്. ദേവി എൻ്റെ പരാശക്തി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ 2 കയ്യിലും കയറി കെട്ടിപ്പിടിച്ചിട്ടു കവളത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, കരയരുത്, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്റ്റംബർ 12-ാം തീയതി ബെറ്റി എന്ന് പറയണ മോള് കയറി വന്നു. അവൾ എന്തെടുക്കണം? ഞാൻ പറഞ്ഞേ മോളുടെ കുട്ടിയാണ്, അവളെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. പിന്നെ മോൻ എന്തെടുക്കണമെന്ന് ഉടനെ ചോദിച്ചപ്പോൾ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു ഭയങ്കരമായിട്ട്. കരഞ്ഞപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അയ്യോ ടീച്ചർക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾക്കൊക്കെ ആശ്വാസം പറഞ്ഞു തന്നെ ടീച്ചർക്ക് അറിയാൻ പാടില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, അൻകുട്ടം പോയിട്ട് ജോലിയൊന്നും ആയില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ടീച്ചർ എന്തിനു വിഷമിക്കണു? ആലപ്പുഴ കലവൂര് കൃപാസനത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു മാതാവുണ്ട്, അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. ടീച്ചറിന് മോൻ ജോലി ഉടനെ റെഡിയാകും. ഞാൻ മക്കളെ ടീച്ചറിന് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒന്നും പ്രാർത്ഥിക്കണ്ട, എൻ്റെ മാതാവേ എൻ്റെ മോൻ്റെ ജോലി റെഡിയാക്കി തരണേ, ഞങ്ങൾ അവിടെ വന്നോളാം, ആ പുണ്യഭൂമിയിൽ വന്നോളാം എന്ന് മാത്രം ടീച്ചർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ്റെ യൂട്യൂബ് ലിങ്കിൽ നോക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം 2 നേരം ഞങ്ങൾ അമ്മയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരു സെപ്റ്റംബർ 21 ആയപ്പോൾ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് നന്നായിട്ട് രാവിലെ മുതൽ 3:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് മുട്ടിപ്പായി. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 28-ാം തീയതി ഒക്ടോബർ 6-ാം തീയതി എൻ്റെ കുട്ടൻ ഓഫർ ലെറ്റർ വന്നു. ഏതെല്ലാം കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി അവിടെ നിന്ന് എല്ലാമാണ് അവന് ഓഫർ ലെറ്റർ വന്നത്. അപ്പോഴെന്നോട് ചോദിച്ചു, അമ്മ ഞാൻ ഏത് സൈൻ ചെയ്യണം? നിനക്ക് ഇഷ്ടമുള്ളത്, മാതാവ് നിൻ്റെ മനസ്സിൽ എന്ത് തോന്നിക്കണോ അത് നീ സൈൻ ചെയ്യണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. നവംബർ 7-ാം തീയതി അവൻ ജോലിയിൽ കയറി. നവംബർ 15-ാം തീയതി ഞാനിവിടെ വരുമ്പം ഈ ഫ്രണ്ടിൽ വന്ന് വണ്ടിയിൽ ഇറങ്ങുമ്പം ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കണോ? ഞാൻ സ്വപ്നം കണ്ടത് ഇതായിരുന്നോ? ഞാൻ കണ്ടത് ഇവിടെയായിരുന്നോ? അപ്പോൾ മാതാവ് എന്നെ ഒന്ന് വിളിച്ചതാണോ? അതോ എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ അന്തിച്ച് അവിടെ നിൽക്കണം ഫ്രണ്ടിൽ തന്നെ.